Hello students, welcome to this channel. Today we are going to discuss the topic about the properties of groups. So groups in the first introduction, binary operation endana, groups endana, groups level problem ella nammal nokki kazhinju. Ipo nammal vandirikkunnathu, this is the third video based on the topic properties of groups. So first we are going to prove here two theorems in this video. Okay, let's get into the video. First theorem is, let G comma star be a group. The identity element of G is unique. For any A belongs to G, the inverse of A is unique. അപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഒരെണ്ണമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോൺട്രഡിക്ഷൻ എന്ന വേർഡ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ സപ്പോസ് നോട്ട്, ഞാൻ ഇതിനെ ഒപ്പോസ് ചെയ്യുവാണ്. I can take like this, suppose not. ഞാൻ ഇങ്ങനെ suppose not എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇതിൻ്റെ ഉത്തരം? Suppose not means, what is the meaning for this? If I am saying that suppose not, that means identity element is not unique, isn't it? Identity element is not unique. That is the condition I am considering. So if I consider it is not unique, unique means more than one exists. It's not unique means more than one identity element exists. That means, suppose let E1 and E2 be two identity elements. അപ്പോൾ ഇപ്പോൾ കാര്യം പിടികിട്ടി കാണുമെന്ന് തോന്നുന്നു. ഐഡൻറ്റിറ്റി എലമെൻറ്റ് യുണീക്ക് ആണെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നു അല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ കാര്യം? അപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് യുണീക്ക് അല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ എക്സിസ്റ്റ് ആവണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ശരി, എന്നാൽ പിന്നെ രണ്ടെണ്ണം എടുക്കാം. E1 E2 എന്ന് പറഞ്ഞ് രണ്ട് എലമെൻ്റ് എടുത്താൽ രണ്ടും ഒരേ സമയം ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിരിക്കില്ല. സപ്പോസ് E1 E2ൽ സപ്പോസ് ഞാൻ എടുക്കുന്നു, സപ്പോസ് E2 is the identity element. Suppose we consider E2 as the identity element, then what will be the condition? നമുക്ക് ഐഡൻറ്റിറ്റി എലമെൻറ്റിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് അറിയാം. A star E equal to E star A equal to A. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. സപ്പോസ് E2 is an identity element. E2 ആണ് ഐഡൻറ്റിറ്റി എലമെൻ്റ് എങ്കിൽ ഇൻറ്റു E1 എടുക്കുമ്പോൾ E1 സ്റ്റാർ E2 എന്ന് പറയുന്നത്, അതായത് ഇതാണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഓർക്കണം, ഇതാണ് ഐഡൻറ്റിറ്റി. അപ്പോൾ E1 സ്റ്റാർ E2 വിൽ ബി ഈക്വൽ ടു എന്താണ്? A സ്റ്റാർ E ഈക്വൽ ടു A ആണ്. അപ്പോൾ E1 സ്റ്റാർ E2 ഇസ് ഈക്വൽ ടു E1. Isn't it? So now sometimes suppose this is one of the condition, E1 star E2 equal to E1. Keep it as it is. Now let me take, if suppose E1 is the identity element, suppose E1 is the identity element, then I say that E2 star E1 is equal to E2 star E1. E1 is the identity element. That means this is equal to what? E2. So I can say that therefore from this two statements I can say that E1 star E2 equal to, എനിക്ക് വരുന്ന ആൻസർ എന്താണ്? E1. ഒരു ആദ്യത്തെ ആൻസർ E1, അടുത്തത് E2 star E1 is equal to E2. So I'm having A star E equal to E star A equal to, I should get an answer equal to A. പക്ഷെ നമുക്കിവിടെ രണ്ട് ആൻസർ ഈക്വൽ അല്ല വരുന്നത്. ബട്ട് അക്കോർഡിംഗ് ടു ദ ഐഡൻറ്റിറ്റി കണ്ടീഷൻസ്, if this is A star, ഒരെണ്ണം ഐഡൻറ്റിറ്റി ആണെങ്കിൽ the answer will be E1, മറ്റൊന്ന് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണെങ്കിൽ ആൻസർ E2 ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഒരൊറ്റ മാർഗമേ ഉള്ളൂ. there is only one chance that we can say that E1 is equal to E2. So we can say there is only one possibility, there is no possibility. വേറെ പോസിബിലിറ്റീസ് ഇല്ല, വേറെ ചാൻസ് ഇല്ല. അപ്പോൾ ആകെ പറയാൻ പറ്റുന്ന ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് E1 ഷുഡ് ബി ഈക്വൽ ടു E2. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലായി? അതായത് ഞാൻ പറഞ്ഞ അസംഷൻ തെറ്റാണ്. ഞാൻ എന്ത് പറഞ്ഞു? സപ്പോസ് നോട്ട്, ഒന്നിൽ കൂടുതൽ എലമെൻ്റ് ഉണ്ട്, എത്ര എലമെൻ്റ് ഉണ്ടെങ്കിലും അതെല്ലാം യുണീക്കായിരിക്കും എന്നാണ് വരുന്നത്. അപ്പോൾ എൻ്റെ അസംഷൻ തെറ്റാണ് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ therefore I can say that, ഇവിടെ എന്താ എഴുതേണ്ടത്? അതിന് ശേഷം എഴുതണം our assumption is wrong. നമ്മളെടുത്ത അസംഷൻ എന്താണ്? തെറ്റാണ്. our assumption is wrong. Hence we can say that, hence
What is the condition? Hence, the identity element of G is unique. According to this condition, the identity element of a group G is unique. So first condition is identity element of G unique എന്ന് പറയുമ്പോൾ suppose not, the identity element is not unique. If it is not unique, that means there exists more than one element. Let E1 and E2. So suppose if one of the element is the identity element, ഒരെണ്ണം ഐഡൻറ്റിറ്റി ആണ് എങ്കിൽ, ഇപ്പോൾ അഡിറ്റീവ് ആണെങ്കിൽ 0, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ 1, അപ്പോൾ അതിൽ ഒരെണ്ണം ഐഡൻറ്റിറ്റി ആണെങ്കിൽ we can say that E1 equal to E2 star E1, അല്ലെങ്കിൽ we can say എന്താണ് E2 star E1 equal to, അപ്പോൾ അന്നേരം നമ്മൾ എന്ത് ചെയ്യും, രണ്ടാമത്തേത് E1 ഐഡൻറ്റിറ്റി എന്ന് എടുക്കും. അപ്പോൾ E1 equal to E2, നമുക്ക് വരുന്നത് E1 star E2 equal to E1 and E2 star E1 equal to E2. ഇത് രണ്ടിലും നമ്മുടെ ഐഡൻറ്റിറ്റി കണ്ടീഷൻ അനുസരിച്ച് it should be equal to A. അപ്പോൾ it should be equal to a common element. That means E1 equal to E2. Therefore, we say that this identity, our assumption is wrong, and hence we say the identity element of a group G is unique. So now let us consider the second part. What we have to prove is, for any A belongs to G, the inverse of A is unique. Unique എന്ന് പറയണം. അപ്പോൾ suppose not, അവിടെ എടുത്തതുപോലെ തന്നെ suppose not എന്ന് പറയുമ്പോൾ എന്താണ്, it is not unique. Not unique എന്ന് പറയുമ്പോൾ more than one exist. Let A1 and A2 be two inverses. അപ്പോൾ എന്താ എടുക്കേണ്ടത്? പിന്നെ ഒരു കാര്യം ഓർക്കണം, given G is a group, that means closure, associative, identity and inverse exist. Suppose, let me take first, suppose A2 is the inverse of A. We are considering here A1, A2, two inverses along with respect to A. We are considering. നമ്മളിപ്പോൾ മൂന്നെണ്ണം കൂടി എടുക്കുവാണ്, A1, A2, A. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതാണ് എടുക്കുന്നതെങ്കിൽ A1 star A2 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, that means A1 star A star A2, that means it is equal to, if one is the inverse of the other, see, suppose A2 is the inverse of A, then what condition exists for this A? ഏതായിരിക്കും എക്സിസ്റ്റ് ആവുന്ന കണ്ടീഷൻ? A2 star A equal to A star A2, that is equal to E ആയിരിക്കും. അതായത് ഈ ഗ്രൂപ്പിൽ, അതായത് ഇത് എക്സിസ്റ്റ് ആവുന്നത് ഈ ഗ്രൂപ്പിലാണല്ലോ, അപ്പോൾ ഗ്രൂപ്പിന് ഒരു ഇൻവേഴ്സ് ഉണ്ട്, ഇൻവേഴ്സ് എക്സിസ്റ്റ് ആവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ പറയുന്നത് A2 is the inverse of A ആണെങ്കിൽ ഈ കണ്ടീഷൻ ഓൾറെഡി ട്രൂ ആണ്. അതായത് A2 star A ഈക്വൽ ടു A star A2 is equal to E. അപ്പം നമ്മൾ ഇതെടുത്ത് ഇവിടെ ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. A1 star A2, that means A1 star A star A2. അപ്പോൾ A star A2 എന്ന് പറയുമ്പോൾ that is equal to E എന്ന് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. A1 star E, ഈ ഫോർമാറ്റിൽ നമ്മൾ എടുക്കുവാണ്. Therefore, ഇപ്പോൾ ഇതേ ഗ്രൂപ്പിൽ എന്താണ്, ബൈ യൂസിങ് ദ ഇൻവേഴ്സ് കണ്ടീഷൻസ്. സോ ഇതിൻ്റെ റീസൺ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദിസ് ഇസ് ഈക്വൽ ടു A1 star E ഇസ് ഈക്വൽ ടു എന്താണ്, E, ബിക്കോസ് ബൈ ദ ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി. ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി ഇവിടെ ഈ ഗ്രൂപ്പിന് എക്സിസ്റ്റ് ആവുന്നുണ്ട്, ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ട്രൂ. സോ ബൈ യൂസിങ് ദ ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി, വാട്ട് ഇസ് ദ കണ്ടീഷൻ ഹിയർ? A star E ഈക്വൽ ടു E star A ഇസ് ഈക്വൽ ടു E. അപ്പോൾ ഉടനെ ഒരു ഡൗട്ട് വരുന്നുണ്ട്, എക്കല്ലേ, അപ്പോൾ A1-നുണ്ടോ? കാരണം ഇപ്പോൾ ഈ കേസിൽ നമ്മൾ എടുത്തിരിക്കുന്നത് A1 is not the inverse of A. A1 അല്ല നമ്മളിപ്പോൾ ഇൻവേഴ്സ് എന്ന് എടുത്തിരിക്കുന്നത്, നമ്മൾ എടുത്തിരിക്കുന്നത് A2 ആണ് ഇൻവേഴ്സ്. അപ്പോൾ A1 ഇൻവേഴ്സ് അല്ല. A1 is also some element like A. A1-ഉം ഒരു എലമെൻ്റ് ആണ്, അത് A പോലത്തെ ഒരു എലമെൻ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് കിട്ടുന്ന ആൻസർ A1. ഇനി നമുക്ക് തിരിച്ചടുത്തത് ഇതെടുക്കാം, ഇങ്ങനെ എടുക്കാം. അതായത് A1 star A star A2. അപ്പം നമ്മൾ എങ്ങനെ എടുക്കണം? ഇനി ഇതിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. സപ്പോസ് വി ആർ കൺസിഡറിങ്, സപ്പോസ് A1 ഇസ് ദ ഇൻവേഴ്സ് ഓഫ് A. ഞാനിപ്പോൾ A1 ആണ് ഇൻവേഴ്സ് ആണ് ആയിട്ട് എടുക്കുവാണെങ്കിൽ, സോ if this is the inverse, then A2 is not the inverse. Appo A1 is the inverse, then this can be rewritten as this is equal to A1 star A. A1 star A means by inverse property. What you can say? By inverse property, we can say that A1 star A equal to
A star A1 is equal to E. ഇപ്പോൾ ഇതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ആവുന്നുണ്ടെങ്കിൽ സോ ഇവിടെ നമുക്ക് ആൻസർ എന്ത് കൊടുക്കാം E star A2. Again you have to apply the identity property, so that is equal to A2. So therefore we are getting the by using the identity property നമുക്ക് വീണ്ടും കിട്ടുന്ന ആൻസർ it is equal to A2. Now let us take this to be equation number 1 and ഇത് equation number 2 ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഫ്രം equation 1 and 2, from 1 and 2 we get A1 star A star A2 is equal to, ഇതിലെ ആൻസർ A1 ആണ്. അടുത്തത് ഇവിടുത്തെ ആൻസർ A1 star A star A2 is equal to A2. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ തന്നെ നമുക്ക് അടുത്ത ഡൗട്ട് വരുന്നുണ്ട്, ഇത് രണ്ട് ഈക്വൽ ആണോ എന്ന് പറഞ്ഞിട്ട്. ബട്ട് ഒരു കണ്ടീഷൻ നമുക്കിവിടെ ഉണ്ട്. അതാണ് ഞാനിവിടെ ഇത് റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഞാനിവിടെ ഒരു കണ്ടീഷൻ നേരത്തെ എഴുതിയത്. എന്താണ്? ഗിവൺ G is a group and the associative property is true, അല്ലേ? അസോസിയേറ്റീവ് ട്രൂ ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ അതനുസരിച്ച് പറയുമ്പോൾ ബൈ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എനിക്ക് എന്ത് പറയാൻ പറ്റും? I can say that these two values, അതായത് I can say A1 star A star A2 is equal to A1 star A star A2. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ that means what I get here, that is A1 is equal to A2. അപ്പോൾ ഇത് കിട്ടി. A1 equal to A2 എന്ന് എനിക്ക് കിട്ടിക്കഴിഞ്ഞു. That means the inverses are equal. The inverse of, that means what is the condition? The inverse of A or ഈക്വൽ. രണ്ട് ഇൻവേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ആ രണ്ട് ഇൻവേഴ്സും എന്താണ്? ഈക്വലായിട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളെടുത്ത അസംഷൻ തെറ്റാണല്ലോ. ദാറ്റ് ദെയർഫോർ വാട്ട് യു ക്യാൻ സേ അവർ അസംഷൻ ഈസ് റോങ്. നമ്മളെടുത്ത അസംഷൻ എന്താണ്? തെറ്റാണ്. സോ അവർ അസംഷൻ ഈസ് റോങ് ആൻഡ് ഹെൻസ് വി സേ ദാറ്റ് the inverse of A is unique. Hope you could have understood this video. Thank you. Now the next theorem, let G be a group and A, B belongs to G. അപ്പോൾ previous theorem നമ്മൾ prove ചെയ്തത് identity element is unique and the inverse element is unique. So this is the next theorem. Based on that theorem we have to apply that theorem also here. ആ theorem നമ്മളിവിടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് first of all let G be a group and A, B belongs to G. then A inverse the whole inverse is equal to A എന്ന് പ്രൂവ് ചെയ്യണം. പിന്നെ A star B the whole inverse is equal to B inverse star A inverse എന്ന് നമുക്കിത് പ്രൂവ് ചെയ്ത് കാണിക്കണം. അപ്പോൾ A inverse the whole inverse is equal to A എന്ന് പറഞ്ഞാൽ എന്താണ്? A ഇൻവേഴ്സിൻ്റെ ഇൻവേഴ്സ് ആണ് A എന്ന് പറയണം. അതായത് we have to show that A is the inverse of A inverse. അതായത് എന്താണ് കണ്ടീഷൻ? ഇപ്പോൾ B ആണ് ഇൻവേഴ്സ് ഓഫ് B. if B is the inverse of A then we say that A star B equal to B star A is equal to E. അപ്പോൾ അതേപോലെ ഇവിടെ A is the inverse of A inverse എന്ന് പറഞ്ഞാൽ A inverse star A equal to A star A inverse is equal to E. ഇപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് പ്രൂവ് ചെയ്തതേ ഉള്ളൂ ഒരു തിയറം. തൊട്ട് മുമ്പ് പ്രൂവ് ചെയ്ത തിയറം എന്താണ്? the inverse of A is unique. അപ്പോൾ ആ തിയറം നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യണം. അതായത് ബൈ ദ പ്രീവിയസ് തിയറം വി ക്യാൻ സേ ദാറ്റ് ദ ഇൻവേഴ്സ് ഓഫ് ആൻ എലമെൻറ്റ് എ ഈസ് യുണീക്ക്. സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് കണ്ടീഷൻ? എ ഇൻവേഴ്സ്, അതായത് എ ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ്. ഒരേ ഇൻവേഴ്സിന് അതായത് ഇൻവേഴ്സ് ഓഫ് ആൻ എലമെൻറ്റ്, ഒരു എലമെൻറ്റിന് ഒരു ഇൻവേഴ്സേ കാണത്തുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? therefore we can say that A inverse the whole inverse is equal to A ഇൻവേഴ്സിന് അപ്പോൾ ഒരു ഇൻവേഴ്സ് അല്ലേ കാണത്തുള്ളൂ. A ഇൻവേഴ്സിന് ഇൻവേഴ്സ് എടുത്താൽ എന്തായിരിക്കും? അപ്പോൾ then it will be A.
So that is the answer for the first part. ഇനി രണ്ടാമത്തെ പാർട്ട് പ്രൂവ് ചെയ്യണമെങ്കിൽ എ ബി ദ ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ സ്റ്റാർ ബി ദ ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് സ്റ്റാർ എ ഇൻവേഴ്സ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇങ്ങനെ എടുക്കുക. അതായത് എങ്ങനെ എടുക്കും? ഇത് എ ആണെന്ന് വെച്ചോ, ഇത് സം സി ആണെന്ന് എടുത്തോ. സി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു സം ആണത് സി. അപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കും? സി സ്റ്റാർ സി ഇൻവേഴ്സ് ഈക്വൽ ടു സി ഇൻവേഴ്സ് സ്റ്റാർ സി ഇസ് ഈക്വൽ ടു ഇ എന്ന് നമ്മൾ പറയാറില്ലേ? അതേപോലെ തന്നെ നമ്മളിപ്പോൾ എടുക്കുന്നു സി സ്റ്റാർ സി ഇൻവേഴ്സ്, അതായത് സി ഇൻവേഴ്സ് സ്റ്റാർ സി എന്നെടുക്കുവാണെങ്കിൽ ഇതേപോലെ നമ്മൾ ഈ ഫോർമാറ്റിൽ ഇവിടെ ഈ രണ്ട് ടേംസിനെ എടുക്കുവാണ്. That is equal to A star. Now combine these two terms. Remove the bracket. Associative property ഈ ഗ്രൂപ്പിൽ ട്രൂ ആയത് കാരണം ബ്രാക്കറ്റ് നമുക്ക് മാറ്റിയിടാം. അപ്പോൾ എന്തായിരിക്കും വരിക? ബി സ്റ്റാർ ബി ഇൻവേഴ്സ് സ്റ്റാർ ബി സ്റ്റാർ ബി ഇൻവേഴ്സ് സ്റ്റാർ എ ഇൻവേഴ്സ്. അപ്പോൾ നൗ ഇപ്പം നമുക്ക് എന്താ പറയുക? തിരിച്ച് വീണ്ടും അസോസിയേറ്റീവ് പ്രോപ്പർട്ടി തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്താണ്? എ സ്റ്റാർ ബി സ്റ്റാർ സി ഇസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. ഈ ഫോർമാറ്റിൽ നമ്മൾ മാറ്റി എഴുതുന്നു. അതാണ് ഇത്. ഇനി ബി സ്റ്റാർ ബി ഇൻവേഴ്സ് ഇവിടെ ഇതിന് ഗ്രൂപ്പിന് അസോസിയേറ്റീവ് മാത്രമല്ല, ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി ട്രൂ ആണ്, ഇൻവേഴ്സും ട്രൂ ആണ്. അപ്പോൾ ബി സ്റ്റാർ ബി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ. സോ ഇ സ്റ്റാർ എ ഇൻവേഴ്സ്. ഇ സ്റ്റാർ എ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ വീണ്ടും ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി. അപ്പോൾ ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി അനുസരിച്ച് എന്താണ് കണ്ടീഷൻ? എ സ്റ്റാർ ഇ ഈക്വൽ ടു ഇ സ്റ്റാർ എ ഈക്വൽ ടു എ ആണ്. അപ്പോൾ ഇവിടെ എന്താ വരിക? ഇ സ്റ്റാർ എ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? എ ഇൻവേഴ്സ്. സോ ദെയർഫോർ എ സ്റ്റാർ എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു, ഇപ്പം നമ്മളിവിടെ ഫസ്റ്റ് പ്രീവിയസ് കണ്ടീഷനിൽ എഴുതിയിട്ടുണ്ട് ഇവിടെ. അതായത് എന്താണ്? എ സ്റ്റാർ എ ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് സ്റ്റാർ എ ഇസ് ഈക്വൽ ടു ഇ. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താണ്? ബൈ ഇക്വേഷൻ 1 വി ക്യാൻ സേ ദിസ് ഇസ് ഈക്വൽ ടു ഇ. So hence we are trying to prove that. നമ്മളിപ്പോൾ ഇവിടെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ എന്താണ് ഒരു പാർട്ട് എടുത്തിട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി ഇതേപോലെ സിമിലർലി നമുക്ക് സെക്കൻഡ് പാർട്ടും പ്രൂവ് ചെയ്യാവുന്നതാണ്. സെക്കൻഡ് പാർട്ട് എന്താണ്? ബി ഇൻവേഴ്സ് സ്റ്റാർ എ ഇൻവേഴ്സ് സ്റ്റാർ എ സ്റ്റാർ ബി. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ പ്രൂവ് ചെയ്യും? You can write this is equal to, അതായത് this term b inverse star a inverse is equal to b inverse associative property അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും വരിക? നമുക്ക് വരുന്നത് a inverse star a star b ഇങ്ങനെ വരും. അപ്പോൾ എന്താ എഴുതുക? വീണ്ടും b inverse star വീണ്ടും ബ്രാക്കറ്റ് തിരിച്ചെഴുതുക. a inverse star a star എന്താണ്? b ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് എ ഇൻവേഴ്സ് സ്റ്റാർ എ ഈക്വൽ ടു എന്താണ്? ഇ. ദാറ്റ് ഈസ് ബി ഇൻവേഴ്സ് സ്റ്റാർ ഇ സ്റ്റാർ ബി. ഇപ്പോൾ ഇ സ്റ്റാർ ബി എന്താണ്? ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി അനുസരിച്ച് ഇറ്റ് ഈസ് ഈക്വൽ ടു, റീസൺ എല്ലാവരും പ്രോപ്പറായിട്ട് എഴുതുക. സോ റീസൺ ഇവിടെ എല്ലാത്തിലും ബൈ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, ഇവിടെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, ഇവിടെ ഇത് വരുന്ന റീസൺ ഏതാണ്? ഇൻവേഴ്സ് property, and അടുത്തത് വരുന്നത് ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി. സോ യു വിൽ ഗെറ്റ് ഹിയർ ബി ഇൻവേഴ്സ് എന്താ പറയുക? ബി ഇൻവേഴ്സ് സ്റ്റാർ ഇതെന്താണ്? ബി. സോ ദാറ്റ് ഈസ് ദിസ് ഇസ് ഈക്വൽ ടു എഗെയിൻ ഇൻവേഴ്സ് പ്രോപ്പർട്ടി അനുസരിച്ച്, കാരണം ഇത് ഗ്രൂപ്പ് ആയത് കാരണം ക്ലോഷ്യർ അസോസിയേറ്റീവ് ഇൻവേഴ്സ് ഐഡൻറ്റിറ്റി എവറി പ്രോപ്പർട്ടീസ് ആർ ട്രൂ. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എടുത്ത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്, അതായത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? എ സ്റ്റാർ ബി star b inverse star a inverse is equal to b inverse star a inverse star a star b is equal to e. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു പാർട്ട് എടുത്ത് ഇ എന്ന് പ്രൂവ് ചെയ്തു, അടുത്ത സെക്കൻഡ് പാർട്ട് എടുത്ത് ഇ എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. സോ ഇപ്പോൾ നമുക്ക് വരുന്ന കണ്ടീഷൻ അനുസരിച്ച് ഈ പ്രോപ്പർട്ടി ട്രൂ ആണെങ്കിൽ, സി if this property is true, അപ്പോൾ ഇത് വരുന്ന ഫോർമാറ്റ് ഒന്ന് നോക്കിക്കേ. ദാറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ സ്റ്റാർ എ ഇൻവേഴ്സ്. ആ ഫോർമാറ്റ് അല്ലേ? സോ യു ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് ഇൻ ദ ഫോം ഓഫ് ഇതിങ്ങനെയാണ് വരുന്നത്. എ സ്റ്റാർ എ ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് സ്റ്റാർ എ ഇസ് ഈക്വൽ ടു ഇ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ഇൻവേഴ്സിൻ്റെ പ്രോപ്പർട്ടി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? വി ക്യാൻ സേ ദാറ്റ് വൺ ഇസ് ദ ഇൻവേഴ്സ് ഓഫ് ദ അതർ. അങ്ങനെ പറയുമ്പോൾ എ സ്റ്റാർ ബി ദ ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് സ്റ്റാർ എ ഇൻവേഴ്സ്. അല്ലെങ്കിൽ യു ക്യാൻ സേ ദാറ്റ്, ഓർ യു ക്യാൻ സേ ദാറ്റ് ഇങ്ങനെ ബി ഇൻവേഴ്സ് സ്റ്റാർ എ ഇൻവേഴ്സ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എന്താണ്? is the inverse of a star b.
അപ്പോൾ A star B the whole inverse equal to B inverse star A inverse. ഇനി ഇതിനെ in general നമ്മൾ പറയുമ്പോൾ in general when you say that you can say that this is known as, അതായത് in general A1 A2 etc. AN the whole inverse വരുവാണെങ്കിൽ A inverse star AN minus AN inverse star AN minus 1 inverse etc. A1 inverse. This is known as the inverse reversal law. Hope you could have understood the video. Thank you.